നമ്മൾക്ക് വിളക്കിൽ നെയ്ത്തിരി ഇടാം. പഞ്ചദീപം എടുക്കാനായിട്ട് തയ്യാറാണ്. നമ്മൾ എല്ലാ പഞ്ചദീപം വയ്ക്കാനായിട്ട് നെയ്യ് നനച്ച് വെച്ചിരിക്കുന്ന തിരിയാണ്. എല്ലാ തിരിയിട്ട ശേഷം 5 ദീപത്തിലും നമ്മൾ നെയ്ത്തിരി ഇടാം. നോക്കൂ, തിരിയെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അതൊക്കെ തെളിയിച്ച് നമുക്ക് ആരതി എടുക്കാം. ഭഗവാന് രാവിലത്തെ ആരതി എടുക്കാനുള്ള തയ്യാറെടുപ്പാണ്. നോക്കൂ, പഞ്ഞിത്തിരിയാണ്. ഇത് നെയ്യിൽ മുക്കി വെച്ച ശേഷം നമ്മളെടുത്ത് തെളിയിച്ചിട്ടാണ് പിന്നെ നമ്മൾ ആരതി കാണിക്കുന്നത്. ഒരുപാട് നേരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കുറച്ച് നെയ്യ് ഒഴിച്ചാൽ കുറേ നേരം കത്തുന്നതായിരിക്കും. നമുക്ക് എല്ലാം റെഡിയായി, നെയ്ത്തിരി റെഡിയായി. ഇനി നമ്മൾക്ക് ദീപം കാണിക്കേ വേണ്ടൂ. ദീപമെല്ലാം കാണിച്ച ശേഷം നമ്മൾ പിന്നെ ഡ്രസ്സൊക്കെ മാറി ഭഗവാൻ അലങ്കാരം ചെയ്യണം. നോക്കൂ, പഞ്ചദീപമാണ് കാണിക്കുന്നത്. വിളക്കൊക്കെ തെളിയിച്ച് പഞ്ചദീപം കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഓം സായിറാം. അങ്ങനെ നമ്മൾ നെയ്ത്തിരി കത്തിച്ച് പഞ്ചദീപം കാണിക്കാം. ആരതിയെല്ലാം കഴിയുമ്പോഴേക്കും 6 മണി ആയിട്ടുണ്ടാവും, പുലർന്നിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഓം സായിറാം. നോക്കൂ, ആരതിയാണ് കാണിക്കുന്നത്. അങ്ങനെ 20 മിനിറ്റോളം ആരതി കാണിച്ച ശേഷം ഭഗവാന് ഇനി ഡ്രസ്സുകളെല്ലാം മാറി ചന്ദനം കുങ്കുമമൊക്കെ വെക്കണം. കണ്ടില്ലേ, അങ്ങനെ ആരതി കഴിഞ്ഞിരിക്കുകയാണ്. ഭഗവാന്റെ ആരതികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഓം സായിറാം. ഇനി അലങ്കാരം കഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ അലങ്കാരം. ആരതി കഴിഞ്ഞ് ഉള്ള അലങ്കാരമാണ്. അലങ്കാരം ഇതാണ്. ആരതിക്ക് കഴിഞ്ഞ ശേഷം ഡ്രസ്സുകളൊക്കെ ഊരി നമ്മൾ ചന്ദനം കുങ്കുമമൊക്കെ വെച്ച ശേഷമാണ് പിന്നെ ഭഗവാൻ അലങ്കാരം ചെയ്യുന്നത്. ഞാൻ അലങ്കാരം ചെയ്തത് കാണിച്ചിട്ടാണ് ഇപ്പോൾ ഞാനിത് കാണിക്കുന്നത്. ആരതി കഴിഞ്ഞ ഉടനെ നമ്മൾ ഇതാണ് ചെയ്യുന്നത്. നോക്കൂ, ഡ്രസ്സെല്ലാം ഊരിയ ശേഷം ഭഗവാന് ചന്ദനം കുങ്കുമം വെച്ച് പിന്നെയാണ് ആരതി ചെയ്യുന്നത്. നോക്കൂ, ഭഗവാൻ ചന്ദനം കുങ്കുമൊന്നും ഇപ്പോൾ വെച്ചിട്ടില്ല, എല്ലാം തുടച്ച് ക്ലീനാക്കി വെച്ചിരിക്കുകയാണ്. ഇത് മുന്നേൽ വരേണ്ടതായിരുന്നു, പിന്നിലായിപ്പോയി. ഓം സായിറാം. നോക്കൂ, ആരതി കഴിയുമ്പോഴേക്കും നേരം നന്നായി പുലർന്നു തുടങ്ങി. കണ്ടില്ലേ? ഓം സായിറാം. ഭഗവാൻ ആരതി കഴിഞ്ഞ് ഇരിക്കുകയാണ്. 6 മണിയായി. ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ പുറത്ത് വന്നത്. ആരതി കഴിഞ്ഞ് പിന്നെയാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റുന്നത്. അത് മുന്നിലേ കാണിച്ചിട്ടുണ്ട്. ഞാൻ ചന്ദനം കുങ്കുമം വയ്ക്കുന്നതും ഡ്രസ്സ് മാറ്റിയതൊക്കെ കാണിച്ചു, അലങ്കാരമെല്ലാം. ഇത് ആരതി കഴിഞ്ഞിട്ട് ഭഗവാൻ ഇരിക്കുന്നതാണ്. ഇതാണ് അലങ്കാരം ഇന്നത്തെ. വീണ്ടും നമ്മൾ ആരതി കാണിക്കാം. പ്രസാദമെല്ലാം വച്ചു കഴിഞ്ഞു. ഈ പാല് വന്ന ശേഷം പാല് കാച്ചി ദാമോദര ദീപമാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നവംബർ 5 വരെ. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ ഭഗവാന് ദാമോദര കോട്ടത്തിൽ നമ്മൾ ആരതി കാണിക്കണം. ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ ആരതി കാണിക്കാനായിട്ട്. അപ്പോൾ ആരതി ദാമോദരനും കാണിക്കണം. പിന്നെ കർപ്പൂരാരാധനയെല്ലാം കഴിഞ്ഞ ശേഷം
ഇതാ നോക്കൂ, ദാമോദര ഫോട്ടോ ആണ് ചെറുതായിട്ട് കാണുന്നത്. അത് ഇപ്പം 2 ദിവസം നവംബർ 5 വരെയാണ് കാർത്തികയിലെ ദാമോദര മാസം എന്ന് പറയുന്നത്. അതിനും ദീപം എല്ലാം കാണിക്കണം. അങ്ങനെ ഇന്നത്തെ പൂജകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നവർക്കൊക്കെ മഹാഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം സായിറാം. ഞാൻ ഡെയിലി എനിക്ക് പറ്റാവുന്ന പൂജകളാണ് ഞാൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാം തുടർന്ന് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും കുറേശ്ശെ എല്ലാം എനിക്ക് കാണിക്കാൻ പറ്റുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത്ര തന്നെ എല്ലാം നമ്മൾ തുടർന്ന് കാണിക്കുകയാണെങ്കിൽ ലോങ് വീഡിയോ ആയി പോകും, നിങ്ങൾക്ക് ബോറടിക്കും, നിങ്ങൾ കാണില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് കാണിക്കുന്നത്. ഓം സായിറാം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ